ഇപ്രാവശ്യം നമ്മൾ ചക്കയിട്ട് ഇലയടയും ചക്കയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ചക്ക വരട്ടുകയാണ് ചെയ്തത്. അത് വരിക്കച്ചക്കയിട്ടാണ്. അപ്പൊ ഇലയടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല പഴഞ്ചക്ക കിട്ടണം. പഴഞ്ചക്ക എന്ന് പറയും, എല്ലാ സ്ഥലത്തും അതിന് കൂഴച്ചക്ക എന്നൊക്കെ പറയാം. ഇവിടെ ഞങ്ങൾ പറയുന്നത് പഴഞ്ചക്ക എന്നാണ്. അപ്പൊ നല്ലൊരു പഴഞ്ചക്ക പഴുത്തുണ്ട് നമ്മുടെ പ്ലാവില്. അപ്പൊ പഴഞ്ചക്ക വരിക്കച്ചക്ക പോലെ നമ്മൾ കയറ് വെട്ടിയിടാനൊന്നും പറ്റൂല. താഴെ വീണാലും ഒന്നിനും പറ്റൂല. അല്ലെങ്കിൽ നമ്മള് ചാക്കിൽ ഇറക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന്റെ നല്ല പഴുത്തതായതുകൊണ്ട് അതിന് ഊനുമെന്ന് ഇങ്ങോട്ട് ഞെട്ടുമെന്ന് വിട്ടുപോരും. അപ്പൊ നമുക്കിത് താഴെ തന്നെ കിട്ടുന്ന ചക്ക ആയതുകൊണ്ട് ചെമ്പൊക്കെ എടുത്ത് ഞാൻ പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ചക്ക. ഇതൊക്കെ കണ്ടത് നമ്മള് ഞെട്ടറ്റ ചിലപ്പോൾ നല്ല പഴുത്തതുകൊണ്ട് ഇന്ന് ഊരിങ്ങിട്ട് പോരും. 3 ചക്ക ഉണ്ട് താഴെ തന്നെ. ഇപ്പുറത്തൊന്നുണ്ട്. പിന്നെ മുകളിൽ കണ്ടൊരു ചക്ക, അത് നല്ല വലുപ്പമുള്ള ചക്ക മുകളിലാണ്. ഇതാ നല്ല മണമുണ്ട്. ഇന്നലെ നമ്മൾ കാപ്പിയുടെ തെഴുപ്പ് പൊട്ടിക്കുന്ന പണിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടോ, കാപ്പി തെഴുപ്പ് പൊട്ടിച്ച് ഇതാണ് നമ്മൾ ഇന്നലത്തെ പണി. അപ്പൊ തോട്ടത്തിലൂടെ ഇങ്ങനെ വന്നപ്പോൾ എല്ലാ കാപ്പിക്കും പൊട്ടിച്ചിരുന്ന നല്ല മണം. അപ്പൊ നോക്കിയപ്പോ ഇതാ നല്ലൊരു പഴഞ്ചക്ക ഇവിടെ പഴുത്തതുണ്ട്. നമുക്കേ ഇനി നമുക്ക് ഇതിൽ തന്നെ ഇത് ഇരിഞ്ഞിടല്ലേ, ചുള ഇരിഞ്ഞിടാ. ആദ്യം മുറിച്ചേക്കട്ടോ. കഴിഞ്ഞ വർഷം അനിയനും ഞാനും കൂടെ ഒരു പഴഞ്ചക്ക ഇട്ടതാണ്. താഴെ വീണിട്ട് ഒന്നിനും പറ്റില്ല. നമ്മൾ എന്താ ചെയ്യാ, പടക്കൊക്കെ വെച്ച് പൊട്ടിച്ച പോലെ ഉണ്ടാവും തെറിച്ചിട്ട്. നമ്മള് കായൊക്കെ ഇരിയാൻ വേണ്ടിയിട്ട് കൊലയമ്മന്ന് ഇരിയാൻ പറ്റിയ അങ്ങനത്തെ കത്തിയാട്ടത്. അതിന് ഉപയോഗിക്കുന്ന കത്തിയാണ്. ഈ കത്തി നമ്മൾ കറക്റ്റ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ച് എടുത്തതാണ്. സംഭവം കിട്ടിട്ടോ, നല്ല പഴുത്തിക്കണ്. ഇതാ കണ്ടോ, എന്താ അടിപൊളിയില്ലേ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചോള കേട്ടോ. നല്ല പഴഞ്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക. കഴിക്കട്ടെന്ന്. എല്ലാം മധുരം, അടിപൊളി. പിന്നെ ഇത് മുഴുവനായിട്ട് വായിലിട്ടാല് നമ്മള് നല്ല നാരായതുകൊണ്ടേ ഒഴിഞ്ഞുണ്ടോ ഇങ്ങനെ തടയും. കയ്പും ഉണ്ട്, മധുരമുണ്ട് ഈ ചക്കകള്. ഞാൻ പറഞ്ഞ തൊണ്ടയില് നമ്മൾക്ക് ചക്ക ഊർന്നിട്ട് ഇറങ്ങുന്നു, പക്ഷെ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയ പോലെ ആവും ചെയ്യും. അടിപൊളി ചക്കട്ട. അതൊക്കെ നമുക്കൊക്കെ ചുളയിരിഞ്ഞിടാ. ഇതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ചുളയിരിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കറക്റ്റിൽ ഇങ്ങനെ ചെത്തിയെടുത്ത് കേട്ടോ. നമുക്ക് ആദ്യം ഇതാണ്ട് ഇടല്ലേ ഞങ്ങളെ ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ശരിയല്ല. അപ്പൊ നമുക്ക് താഴെ വെക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ആയിട്ട് ഇരിഞ്ഞിടാം. എല്ലാം പഴുത്തിട്ടുണ്ട്. വരിക്കച്ചക്ക പോലെയല്ല കൂഴച്ചക്ക, അല്ലെങ്കിൽ പഴഞ്ചക്ക തന്നെ പറയല്ലേ. ഈ കൂഴച്ചക്ക എനിക്ക് നമ്മൾ പറയാത്ത ഇങ്ങനെ വേറെ സ്ഥലത്ത് പറയുന്ന പേര് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. കാണുമ്പോൾ കണ്ടില്ലേ ചോളയൊക്കെ ഇങ്ങനെ അലുത്തിട്ടേക്കും. അപ്പൊ നമ്മളൊരിക്കും കേടായതാണ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക, ഇങ്ങനെ അലിഞ്ഞു നിൽക്കും. പിന്നെ ഇത് നല്ലത് പച്ചയിൽ നമുക്ക് ചക്ക വറക്കൂലേ, അതിന് പറ്റിയതാട്ടോ. ചക്ക വറക്കാൻ പറ്റിയ സാധനം നമ്മളെ വരിക്കച്ചക്കനെക്കാട്ടി നല്ലത് പഴഞ്ചക്കൻ്റെ ആണ്. പിന്നെ കൂട്ടാൻ വെക്കാനും അതിന് നല്ലതാണ്. പച്ചക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ഇത് ചക്കപ്പവും പിന്നെ ഇലയുടെ നമ്മൾ കുമ്പിളപ്പം എന്നൊക്കെ പറയില്ലേ, ഇല കൊണ്ട് ഇലയിലാക്കിയിട്ട് നമ്മുടെ ഇലമംഗലത്തിൻ്റെ ഇല അല്ലെങ്കിൽ കറുപ്പയുടെ ഇല അത് മടക്കിയിട്ട് അതിലാണ് നമ്മൾ അട ഉണ്ടാക്കുക. അതിന് പറ്റിയതാണ്. പിന്നെ നമ്മൾ വരട്ടാൻ അധികം നമ്മൾ വരിക്കച്ചക്ക ഇട്ടോ എടുക്കൽ. നമ്മൾ ഇതിനിടയ്ക്ക് ചക്ക വരട്ടിയത് കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഇഷ്ടംപോലെ വരിക്കച്ചക്ക ആവുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ചക്ക തിന്നാൻ പറ്റിയൊരു കാലാവസ്ഥയും കൂടെ കേട്ടോ. എന്താ വെച്ചാൽ ഇന്നൊക്കെ നല്ല വെയിലാണ്. ശരിക്ക് മിഥുനം കഴിഞ്ഞ് കർക്കിടമാവാനായി. കർക്കിടക മാസത്തിൽ നല്ല മഴ പെയ്യേണ്ട സമയത്ത് ഇപ്പൊ നല്ല വെയില. കുഞ്ഞുങ്ങളെ കൊതു അടിക്കുന്നുണ്ട് അല്ലേ. അതാ ഞാൻ പറയുന്നത് ഇതിലേക്ക് ഇരിഞ്ഞിട്ടിട്ട് കൊതുകുണ്ട്. അതുപോലെ തേനീച്ചയും വരും കേട്ടോ. ഇതിനെ മണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തേനീച്ച വരും. അതൊക്കെ കാലിയായി. പശുവിന് ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. നമുക്ക് മുറിച്ച് പശുവിന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഈച്ചകൾ വന്ന് ഈച്ചകൾ വരും. ഇതിന് ഭാഗ്യത്തിന് എവിടെയും ചെറിയൊരു ഗ്യാപ്പിൽ ചീച്ചലൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് വേഗം അങ്ങനെ പ്രശ്നമുണ്ട്. ചീഞ്ഞു പോയ വരിക്ക പോലെ അല്ല കേട്ടോ, ഒന്നിനും പറ്റൂല, നമുക്ക് എടുക്കാൻ പറ്റൂല. എന്ത് ഭംഗിയല്ല ഇതിങ്ങനെ കാണാന്. അതെ, നെറ്റിൽ പിടിച്ചാൽ ചിലപ്പോൾ നെറ്റ് കയറായിട്ട് കെട്ടി താഴെക്കിട നിന്നാല് ചക്കയുടെ തൈ നമ്മള് ഊനി എന്നല്ലേ അറിയാം, അത് വേറെയും ചക്ക ഇങ്ങനെ വേറെ ആയിട്ട് അടർന്നിട്ട് പോരും. എന്തായാലും മൊത്തത്തിൽ എടുക്കാം.
ചെയ്യാതെ കിട്ടിയത് കൊണ്ടേ ചക്കയല്ലേ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ക്ഷമ കിട്ടും. അപ്പോൾ ഇതുവരെ എടുത്ത് കഴിക്കാം. നാല് വെക്കോ കുരു കുരു കുടഞ്ഞതാ നീട്ടെ. ശരിയാക്കാം. ആ തൊണ്ടയില് വേഗം കുടുങ്ങിപ്പോവും. പശുവിന് കൊടുക്കല്ലേ. ഇനി നമുക്കേ ചക്ക വേണമെങ്കിൽ അതാ ഇങ്ങോട്ട് നെട്ടിന്ന് ഇങ്ങോട്ട് അറ്റിട്ട് ചക്കണ്ട് പറിച്ചെടുക്കല്ലേ. അപ്പൊ ഇതാ ഇതിലോക്ക് കുരു മൂത്തിട്ടോക്ക് മുള വന്നിട്ടുണ്ട് നല്ല മൂപ്പായിട്ടേ. ഇടയ്ക്ക് ഇങ്ങനെ തിന്നും ചെയ്യും, ചോള പറിച്ചിടും ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ചക്ക താഴെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ നമ്മള് പ്ലാവിൽ നിന്ന് തന്നെ ഇങ്ങനെ ചോല ഇരിഞ്ഞിരുന്നേ. അപ്പൊ അത് കാണിക്കാൻ എടുത്താണ്. ഇതാ നോക്ക് അങ്ങോട്ട് കൊണ്ടാ. ഭയങ്കര കൊതുക അവിടെ. നമ്മള് മെഷീൻ ഉപയോഗിച്ചിട്ട് കള വെട്ടുന്നുണ്ട്. അതിന് സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല. മെഷീൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ട് അല്ലേ. ഇവിടെ തന്നെ ഒക്കെ ഇവിടെ വെക്കട്ടെ. ആ ആരും വരുന്ന വഴി തന്നെയാണ്. അല്ല വന്ന എല്ലാവർക്കും കൊടുക്ക. ഇഷ്ടം പോലെ ചക്ക ഉണ്ടായി. കയ്യിലൊക്കെ മണ്ണല്ലേ ചക്കമ്മല്ലേ. അതൊന്ന് കഴുകട്ടെ. കൈയൊന്ന് കഴുകിയിട്ട് വരാ. നമ്മളിതിന്റെ നെട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കട്ടെ. മുറിച്ചെടുക്കല്ലേ. ഇതിങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നോക്കട്ടെ നമ്മളെ ചക്ക ഒന്നുകൂടെ ഭംഗിയാണെങ്കിൽ നോക്കോ. ഇങ്ങനെ ഇട്ട് പിടിച്ചാല് കറക്റ്റ് ഇങ്ങോട്ട്. ആ ഇവിടെയും കൂടെ മുറിച്ച ഇതാ ഇഷ്ടം പോലെ ചുളകൾ നോക്കി. ഇങ്ങനെ വെക്കുമ്പോ ഇനി വലിച്ചെടുക്കണ്ട, ഇനി പൊന്തിച്ചെടുത്താൽ കിട്ടൂല. ഇപ്പൊ നോക്കി ചുളകൾ ഉരുണ്ട ചുളകള്. മറ്റേ ആദ്യം നമ്മള് തിരിച്ചിട്ടപ്പോള് നീളത്തിലുള്ള ചുളയിനു. ഇവിടെയൊക്കെ നല്ല ഉരുളൻ ചുളകള്. അത് ഈ ചക്കയുടെ നെട്ടിന്റെ ഭാഗല്ലേ അങ്ങോട്ട് വരുന്ന. അതല്ല തരിപ്പ്. ആ ടേസ്റ്റ് കൊണ്ടാ. വേഗം ഇനി ഇതുപോലെ അങ്ങോട്ട് ചോള ഇരിയൊന്നും വേണ്ട, ചോള പിടിച്ചിടാന്ന് പറഞ്ഞല്ലേ. അത്രയും പെട്ടെന്ന് ചോള ഇങ്ങനെ കിട്ടുന്നുണ്ട്. സംഭവം എന്തായാലും നമുക്ക് നല്ല ചക്കപ്പം ഉണ്ടാക്കാം. പിന്നെ കുറെ തിന്നും ചെയ്യട്ടെ. ഇപ്പൊ വെയിലായതുകൊണ്ടേ മഴയാണെങ്കിൽ പഴഞ്ചക്കയൊന്നും കിട്ടിയിട്ട് നമുക്ക് തിന്നാൻ കഴിയൂല. നല്ല തരിപ്പുണ്ട്, തരിപ്പുണ്ട്, മധുരമുണ്ട്, തണുപ്പുണ്ട്. മഴ ഇല്ലാത്തോണ്ടേ നല്ല തിന്നാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാ. അപ്പൊ വേഗം ഇതൊക്കെ ഇവിടെ നമുക്ക് ചുളരിഞ്ഞിടാം. കറക്റ്റായിട്ട് നമ്മളെ ചെമ്പിനും കറക്റ്റായി ഒരു ചക്ക. ഇത് കുഞ്ഞോളെ ഉരുണ്ട ചോള. നീളം ചോള. അതാ പറയാം. ഇത് ഇതിന്റെ നെട്ടിന്റെ ഭാഗത്തേക്ക് നല്ല ഉരുണ്ടിട്ടും. അതാ ഞാൻ പറയാം, രണ്ട് ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വെറുതെ പറയല്ലതാ. ഫസ്റ്റ് കിട്ടിയതൊക്കെ നമുക്ക് നീളം ചോളകളാ. ഈ ലാസ്റ്റ് വന്നപ്പോഴാണ് അവിടെയൊക്കെയാണ് നല്ല ഉരുളൻ ചോളകള്. പിന്നെ നല്ല നിറമുള്ള ചക്ക ഇട്ടത്. ഇത് പഴുത്തിട്ട് അങ്ങനെ ആയതില്ല, കുറച്ച് കളറുള്ള ചക്കയും കൂടെയാണ്. ചില പഴഞ്ചക്ക ഒരു വെള്ളം നിറയിക്കും അല്ലേ, പക്ഷെ നല്ല പഴുത്തിട്ടുണ്ടാവും. വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ അത്ര കളർ ഉണ്ടാവില്ല. നമ്മുടെ വരിക്കച്ചക്ക അങ്ങനെ കളർ കുറവാ. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇതാ ഒരു ചെമ്പുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് പശുവിനോ അല്ലെങ്കിൽ നമ്മുടെ കോഴിന്റെ ഷെഡിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മൾ അധികം ചീഞ്ഞ ചക്ക ചെയ്യുന്നത് പശുവിന് കൊടുക്കൂല.
ചീഞ്ഞക്കൊക്കെ വെട്ടി പൊളിച്ചിട്ട് നമ്മൾ കോഴി ഷെഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മിനിറ്റുകൾക്കകം കോഴികൾ തിന്ന് തീർക്കും. ഇതാ നേരെ കവർ ചെയ്യുക, അങ്ങനെ സെറ്റാക്കി ഇവിടെ കേട്ടെ. അപ്പൊ ഇതാ ഇത്രയും നല്ല അടിപൊളി പഴഞ്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി വേഗം കൊണ്ടുപോയിട്ട് ഇതിട്ട് അട ഉണ്ടാക്കാം. അട ഉണ്ടാക്കണേ നമുക്ക് ആദ്യം നമ്മളെ കറപ്പയുടെ ഇലയൊക്കെ പറിച്ചിട്ട് വരണം. അപ്പൊ അതൊക്കെ പറിച്ച് ഉമ്മാക്ക് സെറ്റാക്കി കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ ബിയമോളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഉമ്മ നല്ല ചക്ക കൊണ്ട് നല്ല ഇലയുടെ ഉണ്ടാക്കി വെക്കും. അപ്പൊ എന്നാ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് ഇതൊന്നല്ല, ഇഷ്ടംപോലെ പഴഞ്ചക്ക ഉണ്ട് കേട്ടോ. പഴഞ്ചക്ക ഇടയ്ക്ക് ഒന്നുകൂടെ പറയാം, കൂഴച്ചക്ക അത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അപ്പുറത്തെ ഭാഗത്തൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ പല ഭാഗത്തായിട്ട് പ്ലാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആടിനെ വളർത്തുന്നതുകൊണ്ട് എന്തായാലും പ്ലാവ് കുറേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇതുപോലെ നല്ല അടിപൊളി ചക്കയുണ്ട്. അപ്പൊ നല്ല കൂഴച്ചക്ക വേണ്ടവരെ നമ്മളെ വീട്ടിൽ വന്നാൽ ഇപ്പം ഇഷ്ടം പോലെ കൊണ്ടുപോകാം, പച്ചയും പഴുത്തതും ഒക്കെ.